അപ്പോൾ ഇൻസ്റ്റാളേഷൻ എന്നുള്ള ഒരു സെക്ടറിലേക്ക് ഒരു പുതിയ കമ്പനി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് മാർജിൻ പ്രതീക്ഷിക്കാം? ഇപ്പോൾ നമ്മളൊരു 3-4 years ബാക്ക് നോക്കുകയാണെങ്കിൽ ഒരു 5 കിലോട്ട് ചെയ്താൽ നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു മാർജിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിട്ട് എന്തായിട്ടുണ്ട്, അത് മാറിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഒരു റീസൺ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കുറഞ്ഞു, രണ്ടാമത്തെ റീസൺ കോമ്പറ്റീഷൻ വന്നു. അതായത് നമ്മളന്ന് തുടങ്ങിയ ടൈമിൽ എനിക്ക് തോന്നുന്നത് ഒരു മാക്സിമം 200 കമ്പനി 300 കമ്പനിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 1200 കമ്പനി കേരളത്തിൽ 1000 കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്, 1000+ കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് എല്ലാവർക്കും വർക്ക് ഉണ്ട്. കാരണം ഇത് ഒരാൾക്ക് മാത്രം കേരളം തേർഡ് പൊസിഷനിലേക്ക് എത്തിയതാണ്. സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് നെൽസൺ എന്ന് പറഞ്ഞ കമ്പനി കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം പോകുന്ന ടൈം വേണ്ടല്ലോ, തിരുവനന്തപുരത്തുള്ള ഒരു കമ്പനിക്ക് അത് ഷെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇൻസ്റ്റാളേഷൻ അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇപ്പോഴും ഓപ്പർച്യൂണിറ്റി, ഇനിയും നെക്സ്റ്റ് ഒരു 10-20 years ആ ഓപ്പർച്യൂണിറ്റീസ് നിലനിൽക്കും എന്നുള്ള ഷുവറാണ്.